ഇതാണ് പിടിച്ചേ. വേണ്ട. എന്തേ നിർത്തിയ? എന്റെ ഗ്ലാസ് കൊണ്ടുവന്നിട്ടുണ്ട്. സത്യം പറ, നീ ഈ മദ്യത്തിൽ വിഷം കലർത്തിയിട്ടുണ്ട്? ഇല്ല. പിന്നെ എന്തിനാടാ ഇത്ര സന്തോഷത്തിൽ ഞങ്ങൾക്ക് തരണത്? പിന്നെ ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാ തുറന്നു പറയടാ. അത് പിന്നെ ഞാനൊരു പെണ്ണിനെ കേറി പിടിച്ചൊന്നുമില്ല. ഒരു പെണ്ണിനെ എനിക്ക് ഇഷ്ടായി എന്ന് പറയായിരുന്നു. അപ്പൻ ഇപ്പഴാടാ സന്തോഷായത്. നീ ഒന്നൊഴിച്ചേ. ഏതാ പെണ്ണ്? അതൊന്നും ചോദിച്ചാൽ എനിക്ക് അറിയില്ല തോമസേട്ടാ. ആകെ ഞാൻ അവളെ 1-2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. അവസാനമായി കണ്ടത് ഇന്ന് രാവിലെ പനമ്പള്ളി നടന്നു. കണ്ടപ്പോഴേ കയറിയൊക്കെ പരിചയപ്പെടാൻ പാടില്ലായിരുന്നു. അതെങ്ങനെയാ? ഞാൻ ആ നശിച്ച ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് കിടക്കായിരുന്നില്ലേ. ഇതാണ് പെണ്ണ്. നോക്കട്ടെ. കൊള്ളാം. കുട്ടി മിടിക്കുക. കാണിച്ചേ. നോക്കടോ. നീ ഇവിടെ ആദ്യം എവിടെ കല്യാൺ സിൽക്സിൽ വേഷം, ചുരിദാർ, നിറം മഞ്ഞ. കൊള്ളാം. ഐശ്വര്യത്തിന്റെ നിറമാണ് മഞ്ഞ. ആ നിറത്തിൽ നീ ആദ്യം അവളെ കണ്ട സ്ഥിതിക്ക് ആ കുട്ടി നിനക്കുള്ളത് തന്നെയാ. ആ കുട്ടിയെ മുതലാളിയെ നോക്കി ചിരിച്ചാലോ? ആ കുട്ടി ചിരിക്കില്ല എന്ന് എന്റെ മനസ്സ് പറയുന്നു. അങ്ങനെ ഉറപ്പ് പറയരുത്. വിശ്വസിക്കാൻ പറ്റാത്ത 2 സാധനങ്ങളെ ഈ ലോകത്തുള്ളൂ. ഒന്ന് പെണ്ണ്, മറ്റേത് ചെക്ക്. 2 എപ്പ വേണമെങ്കിലും ബൗൺസ് ആവാം. ഈ ചെക്ക് ബൗൺസ് ആവില്ല. ആദ്യം തന്നെ അവൾക്ക് നിന്നെ ഇഷ്ടാണോന്ന് അറിയാം. അതിന് ഞാനിനി അവളെ എവിടെ നിന്ന് തപ്പി കണ്ടുപിടിക്കും. അതിനൊക്കെ വഴിയുണ്ട്. നീ ഒഴിച്ചേ. നീ എവിടെ വെച്ചാ അവളെ കണ്ടത്? പനമ്പള്ളി നഗറിൽ വെച്ച്. അപ്പൊ പനമ്പള്ളി നഗറിലുള്ള ഏതെങ്കിലും ഓഫീസിലായിരിക്കും അവള് വർക്ക് ചെയ്യുന്നത്. നാളെ തന്നെ നമ്മൾ എല്ലാരും കൂടി ആ പ്രദേശം മുഴുവൻ അരിച്ചു പറക്കുന്നു. ഓക്കേ? ഗുരുവായൂർ കേശവൻ ചെരിഞ്ഞു. ഈ ലഗേജ് എടുത്ത് അകത്തോണ്ട് വെച്ച്. എടാ 5 മണി കഴിഞ്ഞു, അവൾ എത്തിയില്ലല്ലോ. കർത്താവേ, അവളിനി നാട്ടുകാരി അല്ലേ? വരുന്ന മഞ്ഞ ചുരിദാർ. അതൊന്നും അല്ല. അല്ലേ? അപ്പാ വരണു. വന്നു. ആ കൊച്ചു തള്ളേ. അതൊന്നും അല്ലെന്ന്. നീല ചുരിദാറിട്ട് പോണില്ലേ? പോണ്. കണ്ണ് കണ്ടൂടെ? കണ്ടു. ആ കറുത്ത ഷർട്ടിട്ട് ആ ചെക്കൻ്റെ ഇപ്പുറത്ത്. മോനെ, നിന്റെ സെലക്ഷൻ കലക്കിട്ടാ. നിനക്ക് 100 മാർക്ക്. എത്രയല്ലേ? അത് ഞാൻ നിനക്ക് വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞുതരാം എത്രയല്ല എന്നിട്ടാ. ഇതത്ര പന്തിയായിട്ട് തോന്നുന്നില്ല. അവളുടെ റൂട്ട് അത്ര ശരിയല്ലല്ലോ. നിങ്ങൾ വിചാരിക്കുന്ന പോലൊരു കാമുകനൊന്നും ആയിരിക്കില്ല. കാക്ക കൊത്താത്ത മാങ്ങ മോനെ. എന്റെ വായുനൂലും പറഞ്ഞാണ്ടല്ലോ. അവൾ അവന്റെ കാറി കയറി പോണു. അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? ഒന്നും പിണ്ടായിരിക്കുന്നുണ്ടോ? നോക്കിയിരിക്കാതെ വണ്ടി പുറകെ വിടറാ. ആൽബി, ഞാനൊരു സത്യം പറയട്ടെ. ഞാൻ കല്യാണം കഴിക്കാത്ത എന്താണെന്ന് നിനക്കറിയോ? നല്ല മാപ്പിൾച്ചകളെ കിട്ടാത്തോണ്ട്. എന്റെ വല്യപ്പനാ പറഞ്ഞത് കാക്ക കൊത്താത്ത മാങ്ങ ഉണ്ടാവില്ല. അയാളിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ? എന്തിനാ? അല്ല, അയക്കിട്ട് 2 കൊടുക്കാനാ. മരിച്ചിട്ട് 10-20 കൊല്ലായി. ആരെങ്കിലും തല്ലി കൊന്നതായിരിക്കും. അത് നിന്റെ അച്ഛനെ. അവരുടെ വണ്ടി ഒതുക്കി നിർത്ത. അപ്പോ അവൾ ഈ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അവര് തമ്മിലുള്ള ബന്ധം എന്താണെന്നൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ. കുഞ്ഞു വിചാരിക്കുന്ന മാതിരി ബന്ധമൊന്നും ഉണ്ടാവില്ല. വല്ല അവിഹിത ബന്ധമായിരിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കാക്ക കൊത്താത്ത മാങ്ങ. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. എന്ത്? അവൻ ചിട്ടിക്കാരനാ. ചിട്ടിക്കാരനോ? അവളുടെ അമ്മയ്ക്ക് ക്യാൻസർ ആയപ്പോ ഇവന്റെ കയ്യിൽ നിന്നാണ് കാശ് മേടിച്ചത്. അതിപ്പോ ഗഡുക്കളായിട്ട് അവൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഇവളുടെ അമ്മ മിണ്ടാതിരിക്കുന്നുണ്ടോ? ആൽബി, തൽക്കാലം നീ ഈ കുട്ടിയുടെ കാര്യത്തിൽ നേരിട്ട് ഇടപെടണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്ത്? അതൊക്കെ നീ കണ്ടോടാ.
ആന്റി ദേ ഇവിടെ ഇവിടെ ദാ എന്താ ലവ് ലെറ്ററാ. ആ വണ്ടിയിലിരിക്കുന്ന സുന്ദരനായ അങ്കിള് തന്നു. നല്ല അങ്കിള് ആന്റി. ആന്റീനെ പൊന്നുപോലെ നോക്കൂ. എന്താ മോന്റെ പേര്? ടിൻഡുമോൻ KB. എന്റെ വീടിന്റെ അടുത്ത അങ്കിളിന്റെ വീട്. പാവ അങ്കിളാ. എന്റെ പേര് ആൽബി. എന്തായി? എനിക്ക് കുട്ടി ഇഷ്ട. കുട്ടിക്ക് എന്നെ ഇഷ്ടമായെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. ആന്റി ഒന്നും പറഞ്ഞില്ല. അയ്യോ, അങ്കിളിനോട് മോൻ പറയണം ഈ ലെറ്റർ പരിപാടിയൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആണെന്ന്. പറയാം. ഇനി വേറെ വല്ല നമ്പർ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറയും. ചെല് ഓട്ടോ. ആന്റി ലെറ്റർ എങ്ങോട്ടാ? കടവന്തര. ആന്റി വരുന്നടാ. ഈ ലെറ്റർ പരിപാടി വേണ്ടാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ. അപ്പന്റെ ഒരു ഉണക്ക ബുദ്ധിയും ഒരാളിഞ്ഞ മേക്കപ്പും. എടാ നീ വിചാരിക്കുന്ന പോലല്ല. അവൾക്ക് നിന്നോട് എന്തോ ഒരു താല്പര്യമുണ്ട്. എന്നിട്ടാണല്ലോ അവളെ ലെറ്റർ ചുരുട്ടി കളഞ്ഞത്. എടാ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ അവൾ എന്നെ ചുരുട്ടിക്കൂട്ടി കളഞ്ഞേനെ. പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്ത് പ്രശ്നം? ആ ചിട്ടിക്കാരൻ അവനെ കണ്ടിട്ട് ഒരു വെറും ചിട്ടിക്കാരനാണെന്ന് തോന്നുന്നില്ല. നീ പേടിക്കണ്ട, അവനെ ഞാൻ ചുരുട്ടിക്കോളാം. സത്യം പറയാലോ, ഈ വസ്തു ബ്രോക്കർ രംഗത്ത് എന്നെ പോലെ അറിവും കൃത്യനിഷ്ഠതയും വേറെ ആർക്കുമില്ല. സ്ട്രൈറ്റ് ഫോർവേഡ്, നേരെ വാ വളഞ്ഞു പോ. നല്ല ഫലപുഷ്ടിയുള്ള മണ്ണാണെന്ന് ഇവിടെ അത്രയും. എറണാകുളത്തിന് ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ കൊടുക്കാനായിട്ട്. ഇവിടുന്ന് നേരെ ഇത് എത്ര ഏക്കറാന്ന് പറഞ്ഞേ? ഇത് 10 ഏക്കർ തികച്ചുണ്ട്. പിന്നെ കമ്മീഷൻ 3% 10 പൈസ കുറയില്ല. നിങ്ങളുടെ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോളണം. നമ്മൾ ഈ 3%ആണ് 37 പേര് വീതിച്ചെടുക്കാനുള്ളത്. കേട്ടല്ലോ. ആദ്യം കച്ചവടം നടക്കട്ടെ. അല്ല, നടന്നു കഴിഞ്ഞിട്ട് പിന്നെ കണസാ പറയരുതല്ലോ. അതെ, സെന്റിന് എന്ത് വില വരും? സെന്റിന് വന്നിട്ട് അതെ, ഒരു മിനിറ്റ്. ഇതിന്റെ മെയിൻ ബ്രോക്കർ വേറൊരാളുണ്ട്, ഞാൻ ഒന്ന് വിളിച്ചു വെച്ചിട്ട് പറയാം. ഹലോ, അതെ ബഷീറാണ്. ആ സ്ഥലം ഒരു സെക്കൻഡ് ഇപ്പൊ പറയാം. ഒരു സെക്കൻഡ് ഇപ്പൊ പറയാം. നടക്കൂ. ആ കാതറെ എന്താ വെച്ചു? ഏത് ആ വാട്ടർ ഫ്രണ്ടേജോ? ഒരു സെക്കൻഡ് ഇപ്പൊ പറയാം. അതെ, റഷീദാണ്. അത് കച്ചവടമായിട്ട് 6 മാസമായല്ലോ. ഓ അത് ശരി, ഞാൻ പിന്നെ വിളിക്കടാ. അതെ, സെന്റിന് 35,000 രൂപ ഉള്ളൂ. ആണോ? പക്ഷെ കച്ചവടം നടന്നു. അതെ, റെഡി ക്യാഷാ. പെട്ടെന്ന് നടക്കുന്ന വല്ല കേസും ഉണ്ടോ? പെട്ടെന്ന് നടക്കാനുള്ള ഉണ്ട്. നമ്മുടെ കല്ലൂർ സ്റ്റേഡിയം ഒരു ബ്ലോക്കും ഇല്ല, ട്രാഫിക്കേ ഇല്ല. പെട്ടെന്ന് വേണമെങ്കിലും നടക്കാം, പതിവ് വേണമെങ്കിലും നടക്കാം. അഥവാ 2 ദിവസം അവിടെ കിടന്ന് ഉറങ്ങിയാലും ഒരു കുഴപ്പമില്ല. അങ്ങനെ അങ്ങ് പോയാലേ എനിക്ക് ഈ സ്ഥലം പരിചയമില്ല. ഇല്ലെങ്കിൽ പെട്ടെന്ന് വിട്ട ഒരു സ്ഥലമുണ്ട്, അറബിക്കടല്. ലേശം മണ്ണിട്ട് നടത്തിയാൽ മതി. ഞാനും കൂടെ വരാം. അല്ല, എനിക്ക് വരാൻ വേറെ വണ്ടിയില്ല. അന്ന് കണ്ടല്ലോ, അവനെ ആള് നിക്കന്നെ, എനിക്ക് ഏരിയൊന്നും പരിചയമില്ലാന്ന്. ഇനി അവൻ ആ പെണ്ണിന്റെ പുറകെ നടക്കരുത്. അത് ഞങ്ങൾ ഏറ്റു. ഹലോ ഹലോ. ഹലോ, ഞാൻ ടോണി. സ്ഥലം വല്ലതും വേണോ? വേണം വേണം. എന്തോരം വേണ്ടി വരും? ഞങ്ങൾക്ക് ഈ ഏരിയ മുഴുവനും വേണ്ടി വരും. അയ്യോ, ഏരിയ മുഴുവനും കിട്ടില്ല. മാക്സിമം കച്ചവടം നടന്നു കഴിഞ്ഞു. ബാക്കി മതി. ഞാൻ നല്ല പയ്യനാ സിസ്റ്റർ, എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചോളൂ. റോഡ് റോളർ കയറി ഇറങ്ങിയതുപോലെ ആയി ശരീരം. എന്തു പറ്റിയതാ? ഭൂമാഫിയക്കാരുടെ അറ്റാക്ക. എന്റെ എബ്രഹാം ലിങ്കൺ തകർന്നു എന്നൊരു സംശയം. സിസ്റ്റർ, ഇവിടെ പല്ലെടുക്കൂ. ഒന്നിന് 100 രൂപ. 5 പല്ലുണ്ട് ഇതിനകത്ത്. 50 രൂപ വെച്ച് തന്നാ മതി. ആദ്യത്തെ അടിക്ക് കൊഴിഞ്ഞു വീണതാ. വെറുതെ അല്ല അടിയിട്ടത്. സിസ്റ്റർ, ഒന്നിങ്ങ് വരൂ. അതെ, ഇത് കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പ് ആയാലോ? ഡോക്ടർ കുടിച്ചിട്ടില്ല. ആ ട്രിപ്പ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഒരുമിച്ച് വല്ല ഊട്ടിയിലോ കൊടൈക്കനാലിലോ ഒരു ട്രിപ്പ് പോയാലോ എന്ന്. ശരിക്കും തന്നെ റോളർ കയറ്റി ഇറക്കണം. എന്തെങ്കിലും കയറ്റി ഇറക്കി എന്നെ കൊന്നാ മതി. അയ്യോ, സൂക്ഷിച്ചു കൊണ്ടുവെക്കടോ. വേഗാവട്ടെ. എല്ലാ സാധനങ്ങളും എല്ലാം ഉണ്ട്. വെച്ചിട്ടുണ്ടല്ലോ. വണ്ടി വിട്ടോ, പോട്ടെ പോട്ടെ പോട്ടെ. എന്റെ കർത്താവേ, ദേ ആ മഞ്ഞ ചുരിദാറ്,
ആൽബി നാളത്തെ ഓർഡർ അറിയാലോ 3000 പേർക്കാ. ആ ജോണിയോട് സെക്കൻഡ് ഷിഫ്റ്റ് കൂടി വർക്ക് ചെയ്യാൻ പറ. ശരി. ആൽബി ദാ പെണ്ണ് വന്നിട്ടുണ്ട്. ഏത് പെണ്ണ്? ഹാൻസി നിന്നോട് പ്രേമം പറയാനുള്ള വരവാ. നീ ഇങ്ങോട്ട് വന്നേ. യെസ്, മലബാർ കാറ്ററിംഗ് സർവീസ്. അതെ. ഫുഡിന്റെ കാര്യത്തിൽ ഇന്ന് കേരളത്തിലെ നമ്പർ 1 ഞങ്ങൾ തന്നെയല്ലേ തോമസ്? അതെ. ഓണമായാലും വിഷുവായാലും ആഘോഷങ്ങൾ എന്ത് തന്നെയായാലും കലണ്ടർ അല്ല കാറ്ററിംഗ് മലബാർ കാറ്ററിംഗ് സർവീസ് തന്നെ. ഇയാളെന്താ ഇവിടെ? കോംപ്രമൈസ് ആരത്? ഒരു കാര്യമേ. ഞാനന്ന് പറഞ്ഞില്ലേടി ആ ലൗലറ്റ കേസ്. ഓർഡർ എത്രയാന്ന് വെച്ചാൽ പറഞ്ഞോളൂ. എത്രയായാലും അത് കുട്ടിയൊന്നും ഇരിക്കണു. വരൂ, ഇരിക്കൂ. അതെ എല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് കൊടുത്തേക്കാറുള്ളൂ. എന്റെ നാവിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റും ഇന്നേ വരെ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല, അല്ലേ തോമസ് ഏട്ടാ? അതെനിക്കൊരു പുതിയ അറിവാ. എന്നാ പിന്നെ ഞാൻ തിരിച്ചു വിളിക്കാം. അതെ, Okay, കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ഇവിടെ ചിക്കൻ സൂപ്പ് ഉണ്ട്, മോരുണ്ട്, രസമുണ്ട്. ഒരു ഗ്ലാസ് സാമ്പാർ എടുക്കട്ടെ? ഒന്നും വേണ്ട. പിന്നെ ഡൽഹിന്ന് മൂലായ സിംഗ് യാദവ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡിന്നറിന്. ഒന്നും ഉണ്ടായിരിക്കും കേട്ടോ. യെസ്, പറഞ്ഞോളൂ. അത് നാണം വേണ്ട, പറഞ്ഞോളൂ. അത് ചിക്കൻ ബിരിയാണി വേണം. ചിക്കൻ ബിരിയാണിയാ? അതെ, ചിക്കൻ ബിരിയാണി. അപ്പൊ പ്രേമം പറയാൻ വന്നതല്ലേ? പ്രേമോ? സോറി, പുള്ളിക്ക് ലേശ സുഖമില്ലാത്ത ആളാ. ഞാനാണ് ഈ കമ്പനിയുടെ ഡയറക്ടർ ആൽബി. ഓ, എത്ര ബിരിയാണിയാണ് വേണ്ടത് പറഞ്ഞോളൂ. 100. ഓ. നാളെ വൈകിട്ട് സെന്റ് മേരീസ് ഹോസ്റ്റലിൽ എത്തിക്കണം. ഓഹോ, ഈ കുട്ടിയുടെ കല്യാണം? അല്ല, ഞങ്ങളുടെ മാഡം റിട്ടയർഡ് ആയി പോകുന്നതിന്റെ സെന്റ് ഞാൻ പറഞ്ഞില്ലേ? അഡ്വാൻസ് എന്തെങ്കിലും? ഏയ്, വേണ്ട. ശരി. ഓഹോ. എടാ, ഇത്ര അടുത്ത് കിട്ടിയിട്ട് നിനക്ക് അവളോടൊന്നും പറയാനില്ലേ? ഈ സമയത്തോ? എന്താ രാവിലെ 10:50 ഒന്നും പറയാൻ പാടില്ലേ? വാ പൊളിച്ച് നിക്കണ്ട, അവളോട് ഇഷ്ടമാണെന്ന് പറയടാ. ഞാൻ എങ്ങനെ പറയാ? ഐ ലവ് യു എന്ന് പറയ്. എനിക്ക് പറഞ്ഞില്ലേ? എക്സ്ക്യൂസ് മീ, എനിക്ക് ആൻസിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പ്ലീസ് ഒരു ഈ വിവാഹത്തെ കുറിച്ച് കുട്ടിയുടെ കൺസെപ്റ്റ് എന്താ? അല്ല, അത് ഏതായാലും കഴിക്കാൻ പറ്റുന്ന ഒന്നാണല്ലോ. അതുകൊണ്ട് ഞാൻ എന്തായാലും കഴിക്കാൻ തീരുമാനിച്ചു. അതിന് ഞാൻ എന്ത് വേണം? അയ്യോ, കുട്ടിയൊന്നും വേണ്ട. പിന്നെ ഈ കല്യാണം എന്ന് പറയുമ്പോൾ ഒരു വിവാഹം വേണമല്ലോ. വിവാഹം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് പിന്നെ ഇതേ കാറ്ററിംഗ് സർവീസ് ആണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കാറ്ററിംഗ് സർവീസ് എന്ന് പറയുമ്പോൾ ഞാൻ അതുകൊണ്ട് പിന്നെ ഇതാണോ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അല്ല, ഇതല്ല ശരിക്കും. കുട്ടിക്ക് എത്ര ബിരിയാണി വേണമെന്നാ പറഞ്ഞത്? 100 തന്നെയല്ലേ ആ കുട്ടി പറഞ്ഞത്? മോളെ, ദേ ഇവന് മോളെ ഇഷ്ടാ. മോൾക്ക് ഇവന് ഇഷ്ടാണെങ്കിൽ വീട്ടുകാരുമായി ആലോചിച്ച് വിവാഹം നടത്താൻ ഞങ്ങൾ ഒരുക്കാം. മോളെ എന്ത് പറയുന്നു? അയ്യോ, അത് പിന്നെ പെട്ടെന്ന് ഞാൻ വീട്ടില് മതി, വീട്ടുകാരോട് ചോദിച്ചിട്ട് മതി. അതാണ് കുടുംബത്തിൽ പിറന്ന കുട്ടികളുടെ ലക്ഷണം. എന്നാ പിന്നെ മോള് പോയിക്കോ. ഒരു പെണ്ണിനോട് ഐ ലവ് യു എന്ന് പറയാൻ ധൈര്യമില്ലാത്ത നീയൊക്കെ എന്ത് കാമുകനാടാ. ഇതിലും ഭേദം നിന്റെ അപ്പനാ. ഞാൻ നിന്റെ കൂടെ വന്നതല്ലേ, സോറി. ഇവനെ ഞാൻ അറിയുമല്ലോ. ദൈവമേ, ചിട്ടിക്കാരൻ. എന്റെ കുഞ്ഞെ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. എന്താ ആ കാര്യം? ചിട്ടിക്കാരൻ ഗുണ്ടകളുമായിട്ട് നമ്മളെ കൊല്ലാൻ വരുന്നുണ്ട്. ഇതിൽ ആരൊക്കെയാ ആൽബി? ആരാ ആൽബി എന്ന്? ഞങ്ങൾ രണ്ടുപേരും ആൽബികളല്ല. പിന്നെ ആൽബി മരിച്ചുപോയി. ഞാൻ ആൽബി. എന്താ കാര്യം? ഞാൻ ടോണി, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ്. അപ്പൊ അവൻ ചിട്ടിക്കാരനല്ലേ? എന്തായാലും അവൻ എന്നെ മനസ്സിലായില്ല. ഭാഗ്യം. ഇവിടെ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യാൻ വന്ന എന്റെ പെങ്ങളോട് ഇഷ്ടമാണെന്ന് നിങ്ങൾ പറഞ്ഞോ? ഓ, ആൻസിയുടെ ആങ്ങളെയാണല്ലേ? അല്ല, ആൻസി എന്റെ പെങ്ങളാ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? അവൾ വെറും പുറംപോക്ക് ഭൂമിയാണെന്ന് നിങ്ങൾ കരുതിയോ? എന്റെ പെങ്ങളുമായിട്ട് വെറുതെ പോക്കുവരവ് നടത്താനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ കരമടച്ച രസീത് ഞാനങ്ങ് തരും. ടോണി തെറ്റിദ്ധരിക്കുന്ന പോലെ ഒന്നുമില്ല. ഒരു വിവാഹമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് കച്ചവടമോ? നിങ്ങൾക്കറിയോ, അവളൊരു വിവാഹം കഴിച്ച് കാണണമെന്നുള്ളതാണ് എന്റെ ഏറെ നാളത്തെ ആഗ്രഹം. ഇവരൊക്കെ ബ്രോക്കർമാരാ. കല്യാണത്തിന്റെയാ? വാസ്തു ബ്രോക്കർമാരാ. ഞങ്ങൾ ചാലക്കുടിയിൽ 2000 രൂപയുടെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബ്രോക്കർ ഫീസായ 600 രൂപ വാങ്ങാൻ പോകുന്ന വഴിയാ. അതിനാൽ ഇന്ന് സമയമല്ല, നമുക്ക് ഈ കച്ചവടത്തെ കുറിച്ച് നാളെ വിശദമായിട്ടൊന്ന് സിറ്റിംഗ് നടത്തണം. ഓഹോ, അതിനെന്താ, ഞാൻ അപ്പനുമായിട്ട് അങ്ങോട്ട് വരാം. ശരി, ആയിക്കോട്ടെ. ഈ തരിശു ഭൂമി കൊടുക്കാനുള്ളതാണോ? മുഴുവൻ പാറയാ. പുല്ല് വളരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പനെ ഇപ്പഴേ കാണിക്കണോ? എന്താ കുഴപ്പം? എന്താ കുഴപ്പമില്ലാത്തത്? എനിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ എല്ലാം ഈശ്വരന്റെ കയ്യിലല്ലേ.
ഡോക്ടർ ആ കുഞ്ഞുമോൻ സാർ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. ഇവിടെ വേനുണ്ടടാ, ഇവിടെ വേനുണ്ടടാ, ഇവിടെ വേനുണ്ടടാ. ഇപ്പം മാറ്റി തരാവേ. മാറിക്ക് മാറിക്ക് ചേട്ടാ കമ്പി താഴെ ഇടറാ. കുഞ്ഞുമോനെ കമ്പി താഴെ ഇടറാ. ഞാനാ പറയണ കമ്പി താഴെ ഇടറാ. കുഞ്ഞുമോനെ ഞാനാ പറയണേ. നിങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ? ഇതെന്താ ഗുഹയാ? അയ്യോ കറണ്ടും പോയോ? അപ്പാ ഞാനിപ്പോ ഇവിടെ കണ്ടതാണല്ലോ, പിന്നെ പിടിക്ക പോയേ. എന്തൊരു നാറ്റം. അതെ വല്ലപ്പോഴും നൈറ്റൊക്കെ ഒന്ന് കഴിയട്ടൂടെ? പോലീസ് പിടിക്കാൻ പറ്റും. ചേച്ചി ചേച്ചി എനിക്കെന്താ? എനിക്കെന്താ? ഒരാളെ പിടിക്കാൻ വരുമ്പോ ഹലോ ഹലോ എന്ന് പറഞ്ഞു നിൽക്ക. എന്നെ തുറന്നു വിടാൻ. ഇതെടുത്ത് മാറ്റ്. എനിക്ക് പോണം. അയ്യോ എന്നെ രക്ഷിക്കണേ.